ഹായ് മക്കളെ, പരിസ്ഥിതി ക്വിസിന് വേണ്ടിയിട്ട് മക്കൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ലേ? പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ ഇത്. പാർട്ട് 1ഉം 2 നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. മക്കൾ അതും കൂടി പോയി കാണുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ സസ്യങ്ങളുടെ സർവേയും വിലയിരുത്തലും നടത്തുന്ന സ്ഥാപനം ഏത്? ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഒരു ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് ആരിൽ നിന്ന്? ഉൽപ്പാദകരിൽ നിന്ന്, അതായത് ഹരിത സസ്യങ്ങളിൽ നിന്ന്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ജൈവമണ്ഡലം. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത്? പത്തനംതിട്ട. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാര്? ആൻസർ സുന്ദർലാൽ ബഹുഗുണ. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം. മരം മുറിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ ആരുടെ വരികൾ? സുന്ദർലാൽ ബഹുഗുണ. നിശബ്ദ വസന്തം എന്ന ഗ്രന്ഥം രചിച്ചതാര്? റേച്ചൽ കഴ്സൺ, 1962. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏത്? നിശബ്ദ വസന്തം. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? പ്രൊഫസർ ജോൺ സി ജേക്കബ്. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രൊഫസർ ജോൺ സി ജേക്കബിന്. കേരളം പരിസ്ഥിതി പ്രവർത്തകർക്ക് നൽകുന്ന പുരസ്കാരമാണ് വനമിത്ര പുരസ്കാരം. ഇന്ത്യ പരിസ്ഥിതി പ്രവർത്തകർക്ക് നൽകുന്ന പുരസ്കാരമാണ് വൃക്ഷമിത്ര പുരസ്കാരം. അത് ആദ്യം ലഭിച്ചതാർക്കാണെന്ന് അറിയാലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. പ്രൊഫസർ ജോൺ സി ജേക്കബിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ആൻസർ ഹരിത ദർശനം. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഏഴിമല, കണ്ണൂർ, 1977. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള അന്തർദേശീയ സംഘടന ഏത്? ഗ്രീൻ പീസ്. ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം? ആംസ്റ്റർഡാം. ലോകത്ത് പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടന? UNEP. UNEPയുടെ പൂർണ്ണരൂപം? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. UNEPയുടെ ആസ്ഥാനം? നെയ്റോബി, കെനിയ. UNEP സ്ഥാപിതമായതെന്ന്? 1972. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? മൈന. കണ്ടൽ ചെടികളെക്കുറിച്ച് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. കണ്ടൽ ചെടികളെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസ് 18ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഒരു ഡച്ച് ഗവർണറുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത്. ആ ഗവർണർ ആരാണ്? ആൻസർ ഹെൻറിക് വാൻ റീഡ്. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടൻ. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രശസ്തമാകുന്നത് ഏത് ചെടിയുടെ പേരിലാണ്? ആൻസർ കണ്ടൽ ചെടികൾ. 2025 എത്രാമത്തെ പരിസ്ഥിതി ദിന ആഘോഷമാണ് നടക്കുന്നത്? 52ാമത്തെ. നമ്മുടെ GK ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക. മക്കളെല്ലാവരും ജോയിൻ ചെയ്യണേ. മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ ക്വിസ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. ദിനാചരണ ക്വിസ് വീഡിയോസിന് പുറമെ അക്ഷരമുറ്റം, CH പ്രതിഭ, സ്വദേശ് മെഗാ ക്വിസ് തുടങ്ങിയ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. കൂടാതെ LSS USS ക്ലാസ്സുകളും നൽകുന്നുണ്ട്. മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.